അങ്ങനെ ഒന്ന് ഉമ്മാക്കി കാട്ടി ഏതെങ്കിലും കുറെ ഡിവൈഎഫ്ഐക്കാരോ CPMകാരോ CITക്കാരോ അവരോടൊപ്പം 4-3-7 പോലീസുകാരോ വിചാരിച്ചാൽ അങ്ങനെ പിരിഞ്ഞു പോകുന്നവരല്ല കേരളത്തിലെ പോലീസ് കോൺഗ്രസ് എന്ന് നിങ്ങൾക്ക് ഇന്നലെ രാത്രിയും ഇന്നത്തോടു കൂടിയും മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെ ഒന്നും തകരുന്നവരോ അങ്ങനെ ഒന്നും ഇല്ലായ്മയായി പോകുന്നവരോ അല്ല കേരളത്തിലെ കോൺഗ്രസും UDFും എന്ന് പറയുന്നത്. ഈ സമരം അതിശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ എറണാകുളത്തുമുണ്ട് കുറെ കാക്കിയിട്ട തെമ്മാടികൾ, നല്ല ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. പക്ഷെ അവരൊന്നും പണിയെടുക്കാൻ സമ്മതിക്കില്ല. രാഷ്ട്രീയ നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ മുൻനിർത്തി ഈ നിയമപുസ്തകത്തെ ഉപയോഗിക്കുന്നവരായി നിങ്ങൾ മാറുമ്പോൾ നിരപരാധികളായിട്ടുള്ള ആളുകൾ അവരെ കേസിൽ കുടുക്കി അവരുടെ ജീവിതമില്ലാതാക്കി അവരിൽ നിന്നും പണം വാങ്ങി മാസപ്പടി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ കൂടി ഈ എറണാകുളം ജില്ലയിലുണ്ട്. അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താനും ഈ നാട്ടിലെ നല്ല നട്ടലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും ചുണക്കുട്ടികളുണ്ട്. അവരുടെ ചൂടറിയുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൂ. ഷാഫിക്കെതിരായിട്ടുള്ള ഈ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളം മുഴുവൻ ഇന്ന് കോൺഗ്രസും യുവജന സംഘടനകളും മുഴുവൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വരുന്ന വഴികളിൽ നിൽക്കുന്ന മുഴുവൻ കതിരട്ടവരെയും നിങ്ങൾ ഇന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എത്ര ദിവസം നിങ്ങൾക്ക് ഇതുപോലെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും? എത്ര ആയിരക്കണക്കിന് പോലീസുകാരെ സാക്ഷി നിർത്തിയാണ് മുഖ്യമന്ത്രി കടന്നു പോകുന്നത്? മണിക്കൂറുകളോളം റോഡുകൾ തടഞ്ഞു നിർത്തിയാണ് മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാ? ഈ കവർച്ചക്കാരന് വേണ്ടിയിട്ടാ, ഈ ഭണ്ഡാരം കൊള്ളയടിച്ചവന് വേണ്ടിയിട്ടാ, അയ്യപ്പന്റെ സ്വർണം കട്ടവന് വേണ്ടിയിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കവർച്ചക്കാർക്കും അഴിമതിക്കാർക്കും എതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തി ഈ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോകണം. വിശ്വാസികൾ നമ്മളോടൊപ്പമുണ്ട്, ജനങ്ങൾ നമ്മളോടൊപ്പമുണ്ട്, നീതിബോധമുള്ളവർ നമ്മളോടൊപ്പമുണ്ട്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും നമ്മളോടൊപ്പമുണ്ട്.